ശ്രീ ടി.എസ്. ശ്യാംകുമാർ, ക്ഷമിക്കണം, താങ്കളുടെ ഈ റൗണ്ടിൻ്റെ അവസാനം മാത്രമേ അതിൻ്റെ ഒരു ലോജിക്കലായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. എനിക്ക് അറിയേണ്ടത് ഇതാണ്, ഇതിനകത്തിപ്പോൾ സമാധി കടന്ന് മഹാസമാധിയിലേക്കാണ് നാളെ പോകാൻ പോകുന്നത്. മഹാസമാധി എന്താണ് സർ? സത്യത്തില് എന്താണ് പറയേണ്ടത് എന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ കേരള സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ സമാധി എന്ന് പറയുന്നത് തന്നെ എന്താണ്? സമാധി എന്ന് പറയുന്നത് നമ്മൾ പതഞ്ജലിയുടെ യോഗസൂത്രം ഒക്കെ നോക്കിയാൽ അറിയാം. സർവസംഘ പരിത്യാഗിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വൈരാഗ്യം വരുന്ന ഒരു അവസ്ഥാ വിശേഷത്തെയാണ് സമാധി എന്ന് പറയുന്നത്. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ എവിടെയും അത് മരണമാണെന്ന് പറയുന്നില്ല. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നുണ്ട്. ചിത്തവൃത്തി നിരോധ യോഗ. അപ്പം മനസ്സിന്റെ എല്ലാ അവസ്ഥകളെയും നിരോധിച്ച് പരമമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒന്നിനെയാണ് യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സമാധിയൊക്കെ തന്നെ പലതരത്തിലും സവികല്പ സമാധി എന്നും നിർവികല്പ സമാധി എന്നും ഒക്കെ തരംതിരിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. പക്ഷെ നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹം സമാധി അടഞ്ഞു എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് ഒരു നാച്ചുറൽ ഡെത്ത് ആണെന്നാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ലഭ്യമായ വിവരങ്ങൾ ടി.എസ്. ശ്യാംകുമാർ ഒരു തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാനാണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുവരെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു വിവരവും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമുക്ക് ഈ ലഭ്യമായ വിവരങ്ങൾ പല മാധ്യമങ്ങളിലും സ്ക്രോൾ ചെയ്യുന്നതാണ്. അത് താങ്കൾ ദയവായി ഉദ്ധരിക്കല്ലേ എന്ന് എനിക്ക് ഇവിടെ ഒരു അപേക്ഷയുണ്ട്. ഇല്ലില്ല, അല്ല, ഞാൻ അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് അന്വേഷണത്തിലിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് വിശദമായ റിപ്പോർട്ടിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ലഭ്യമായ വിവരങ്ങളെന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ വരെയുള്ള വിവരങ്ങളെ അറിയത്തുള്ളൂ. പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. തന്നെയല്ല, ഇപ്പൊ ഇതിനെ സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. സ്വാഭാവികവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മഹാസമാധിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ മഹാസമാധിയിലേക്ക് കടക്കണമെങ്കിൽ നിലവിൽ നടന്നത് അദ്ദേഹത്തിന് സംഭവിച്ചത് ഒരു സമാധിയാണെന്ന് വരണമല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ച ഒരു സമാധിയാണെന്ന് തെളിയിക്കപ്പെട്ടോ ഇവിടെ. അങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ചത് ഒരു മഹാസമാധിയാണ്. ഇതുവരെ സമാധിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് എന്താണ് മഹാസമാധി എന്ന് പറയുന്ന ആശയത്തിന് പ്രസക്തി? ഞാൻ ഒരു കാര്യം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് എന്റെ സംഭാഷണം അവസാനിപ്പിക്കാം. കേരളം കണ്ട മഹാനായ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ സമാധിയെ പറ്റി ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സമാധി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ മരിക്കുമ്പോൾ ചത്തു എന്നും അന്തരിച്ചു എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട് പൊതുവെ. അയ്യപ്പന്റെ വാക്കുകളാണ്. അപ്പൊ ചില മനുഷ്യര് അവരോടുള്ള കൂടുതൽ ബഹുമാനം കാരണമോ ആദരവ് കാരണമോ നമ്മൾ ചിലപ്പോൾ അവർ സമാധി അടഞ്ഞു എന്ന് പറഞ്ഞേക്കാം. പക്ഷെ എന്ന് കരുതി അവർ അന്തരിക്കാതിരിക്കുന്നില്ല എന്ന് സഹോദരൻ അയ്യപ്പൻ സമാധിയെ സംബന്ധിച്ചൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇത് ഇക്കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു മരണം എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് സമാധി എന്ന് നമുക്ക് പറയാവുന്നത് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അത് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഒരു മരണമാണ്. അത് ഏത് തരത്തിലുള്ള മരണമാണ് എന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ട വിഷയമാണ്. പക്ഷെ അതിരിക്കെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാത്തൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. തന്നെയല്ല, ഏതൊരു വ്യക്തിയും മരിച്ചാൽ അത് സ്റ്റേറ്റിനെ ബോധ്യപ്പെടുത്തേണ്ട, സമൂഹം അറിയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമുണ്ട്. അത് പൗരന് ലഭിക്കേണ്ട ആദരവിന്റെയും പൗരനോട് സ്റ്റേറ്റ് കാണിക്കേണ്ട പൗരന് സ്റ്റേറ്റുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ ഘടകമാണ്. അതൊന്നിരിക്കെ അദ്ദേഹത്തിന്റെ മരണം രഹസ്യമായി വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം തെളിഞ്ഞു എന്നും എല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇത് മഹാസമാധിയിലേക്ക് കടക്കുന്നത് ഒരർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയെല്ലാം കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് എനിക്കിത് താങ്കൾ ഇപ്പോൾ തന്നെ വൈകിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒരു ചെറിയ ചോദ്യം കൂടി ചോദിക്കുന്നു. വലിയ ചോദ്യമാണ്, പക്ഷെ താങ്കൾക്ക് പറയാൻ പറ്റുന്ന ചുരുക്കം വാക്കുകൾ അത് പറഞ്ഞാൽ. അതായത് ഇതിപ്പോൾ ഇന്ന് ഒരു നേതാവ് ഈ പറയുന്ന സനന്ദൻ്റെ അടുത്ത് നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഈ കണ്ടല്ലോ, ഇന്നലെ അദ്ദേഹം തിരിച്ചു പറഞ്ഞ ആളാണ് അത്, ഇന്ന് പറഞ്ഞത് ഈ കണ്ടല്ലോ എന്തൊക്കെ വൃത്തികേടാണ് കാണിച്ചിരിക്കുന്നത്, ഈ ചമ്രം പടിഞ്ഞിരുന്ന പത്മാസനത്തിലിരുന്ന അദ്ദേഹത്തെ ഇപ്പോൾ വലിച്ച് കീറി വികൃതമാക്കി, അതായത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തുകൊണ്ട്
അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ആചാരങ്ങളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന സാധനമാണെന്നാണ്. ഈ ആചാരങ്ങളുമായി ഈ എന്തെങ്കിലും തരത്തിൽ ബന്ധം ഉള്ളതാണോ? ഈ ആചാരങ്ങളെയൊക്കെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള നമ്മുടെ നിയമ സംവിധാനങ്ങളോടുള്ള ഈ താല്പര്യങ്ങൾ? നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഹിന്ദു എന്ന് പറയുന്ന വിഭാഗങ്ങൾക്കിടയിൽ, സമുദായങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ സമാധിയിരുത്തൽ പോലെയുള്ള ചടങ്ങുകൾ ധാരാളമായി നടന്നു വരുന്നുണ്ട്. നമുക്ക് ഈ കേരളത്തിൽ തന്നെ പല സന്യാസ മഠങ്ങളുമുണ്ട്. ആ സന്യാസ മഠങ്ങളിലൊക്കെ തന്നെ സ്വാമിമാരെ സമാധി ഇരുത്തുന്ന ചടങ്ങുകൾ നടന്നു വരുന്നുണ്ട്. അതിനെതിരെ ഒന്നും ആരും പോകുന്നില്ലല്ലോ, അതിനെതിരെ സ്റ്റേറ്റ് നീങ്ങുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് മരണം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, അതിന് ഔദ്യോഗികമായ റെക്കോർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കെതിരെ ശിവഗിരി മഠത്തിൽ സന്യാസിമാര് സമാധിയാകുന്നുണ്ട്, രാമകൃഷ്ണ മഠത്തിൽ സന്യാസിമാര് സമാധിയാകുന്നുണ്ട്. ഇപ്പൊ അടുത്തിടെ പത്മനാഭാശ്രമത്തിലെ ഒരു സ്വാമി സമാധിയായി. ഈ സമാധിയായി എന്ന് പറയുന്നത് എന്താണ്? അവര് മരണപ്പെട്ടതിന് ശേഷം അവരെ സമാധി ഇരുത്തുക എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. അതാണ് സമാധി എന്ന് പറയുന്ന ചടങ്ങ്. സന്യാസിമാര് മരിക്കുമ്പോൾ, അവർ അന്തരിച്ചു കഴിയുമ്പോൾ നടത്തുന്ന ഒരു ചടങ്ങിന്റെ പേരാണ് സമാധി. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ അറിയുന്നില്ല, സമൂഹത്തിന് അറിയാൻ കഴിയുന്നില്ല. അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അത് കുറ്റകൃത്യമായി മാറുന്നത്. ഇല്ലെങ്കിൽ അവിടെ ആചാരത്തിനും വ്യവഹാരത്തിനും എതിരെ ശിവഗിരിയിൽ സ്വാമിമാരുടെ സന്യാസ സമാധി ചടങ്ങുകൾക്കോ, ഞാനിപ്പോ സൂചിപ്പിച്ച കേരളത്തിലെ വ്യത്യസ്തമായ മഠങ്ങളിലെ സമാധിയിരുത്തൽ ചടങ്ങുകൾക്കൊന്നും സ്റ്റേറ്റോ പോലീസോ ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. കാരണം എന്താണ്? മരണം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ മരണം രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നുള്ളൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. ആ പ്രശ്നമാണ് നമ്മളിവിടെ അഭിസംബോധന ചെയ്യേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം.